സെർവർ വേറെ ഏതായാലും നോക്ക്. പിന്നെ ഇറങ്ങി പോടാ ചന്ദ്രൻ പറഞ്ഞ അവിടെ നിന്നിട്ട് എന്റെ ഒരു ഫൈൻഡിങ്സ് ഉണ്ട്, നിന്റെ ഒരു കുണ്ണ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ പറഞ്ഞു ഇന്നലെ ഡിസിഷൻ പെട്ടെന്ന് ഡിസിഷൻ വേണം. അധികം ടൈം നിങ്ങൾ ആവശ്യത്തിന് ടൈം എടുത്ത് ഒരു 5 മിനിറ്റ് പറയാം. ഇല്ല, ചന്ദ്രനെ ആട്ടിയപ്പോ ഞാൻ ഒരു സ്ട്രോങ് സ്റ്റാൻഡിൽ നിന്ന് ഇതിനൊരു ഡിസിഷൻ എടുക്കാതെ ഞങ്ങൾ ഇനി ഇവിടെ കളിക്കത്തില്ല. അപ്പോഴേ പുള്ളി പറഞ്ഞ് നീയൊക്കെ അല്ലെങ്കിലും കളിക്കണ്ട, ഇറങ്ങിപ്പോ. അന്നേരം നമ്മള് മറ്റേ ബ്രാവോനെയൊക്കെ ഇപ്പൊ വിളിച്ചാണല്ലോ ഇവിടെ വിഷയം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇന്നലെ കിട്ടിയത്. എഴുതി മേടിച്ചത് അവന്റെ സെർവറൊക്കെ ഇന്നലെ കളഞ്ഞത്. ഇത് നമ്മുടെ ഏതോ ഹേറ്റേഴ്സ് ഈ മാനേജ്മെന്റ് മൊത്തത്തിൽ മേടിച്ചു കേട്ടോ. അപ്പൊ നമ്മളോട് പറയാതെ കഷ്ടപ്പെടാന്ന് പറഞ്ഞ സെർവർ ഇറ്റ് കളഞ്ഞു. ഇത് അങ്ങേര് ഇത് ഇന്നലെ ഷമീറിനടിച്ച കലിപ്പില് ഷേക്ക് മൊത്തത്തിൽ എടുത്ത്. അയ്യോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റിലെ ഡിസിഷൻ പറയാമോ ഗൈസ്? 5 മിനിറ്റ് കരഞ്ഞ് നശിപ്പിക്കണം. 5 മിനിറ്റ് കൊടുക്കാൻ പറ്റില്ല. മാക്സിമം കരഞ്ഞു, ഭീഷണിപ്പെടുത്തി. അത് മതി. പിന്നെ ഭീഷണിപ്പെടുത്തി. അണ്ണാ വെസ്റ്റ് ഒരു പിഒ ഉണ്ട് കാണിച്ചു. അണ്ണാ ഒരു പിഒ കാണിച്ചില്ല കാണിച്ചു കൊടുത്തേ. എടാ ഞാൻ എന്ത് ചെയ്യാനാണടാ? നീ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യാനാ? കൊണ്ടുപോയി അണ്ണാ അവന്റെ പിഒ എടുത്ത് നോക്കിയണ്ണ. വിഷയാണ്. നമ്മള് GT അല്ലേ കളിച്ചത്, ഹൈഡ് ആൻഡ് സീക്ക്. നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. നൈസായിട്ട് എന്റെ കൂടെ വന്നവനാ അവിടെ വിളിക്കുന്നുണ്ടോ മെസ്ബർ വന്ന്? ഇവിടെ കൂടെ ഓടി. അതല്ല ലൈവിന്റെ പേര് കണ്ടാ? പിള്ളേരെ തെറ്റാണ്. കൊച്ചുപിള്ളേരെ തല്ലാന്ന്. അവരെ നാളത്തെ ഇതാണ് നോക്കണേ. താറാവ് നടന്നു. ആരും കണ്ടില്ല. ലോകം മൊത്തം അറിഞ്ഞായിരുന്നു നീ അവിടെ ഉണ്ടോന്ന് കേട്ടാ. നിന്നെ അടിച്ചത് ഇല്ല ആരും അറിഞ്ഞില്ല അളിയാ. അറിയിച്ചു കൊടുത്ത് ഇനി കാണിക്കൂല. നിനക്ക് ഇങ്ങനെ സ്പോട്ട് കിട്ടിയപ്പോ നിനക്ക് എല്ലാരും വിളിച്ച് കൂടെ കൊണ്ടുപോയി പോലായിരുന്നോ? ഒരുപാട് രണ്ടാമത് കാണൂലായിരുന്നു നിങ്ങളെ. അല്ല പബ്ജി, നമ്മുടെ പഴയ പബ്ജി കാലം എനിക്ക് ഓർമ്മ വന്നാ ഒരു കാര്യം കാണിച്ചില്ല വീട്ടിൽ. നീ പബ്ജി കളിക്കാറുന്ന? ആ പിന്നെ മാക്സിമം സ്റ്റീവ് ആയിരുന്നല്ലേ? അല്ല ഇവന്റെ അച്ഛനാ. നീ എന്തിനാ പറയാനാ? ചന്ദ്ര ബ്ലൈൻഡ് സ്റ്റീവ്. മാക്സിമം സ്റ്റീവ് ഒക്കെ ഇവനാ. എടാ ബ്ലൈൻഡ് സ്റ്റീവ് ഇവനാ. 3 കൊല്ലം TV കയറിയിട്ട്. മറ്റേ മാക്സിമസ് കളിച്ച് ചിമ്പുവിനോടെ കളിച്ചോണ്ടിരുന്ന. ഓ ചിമ്പ്, സോൾ ചിമ്പ്. ഓ ബാബ ഓർമ്മയില്ലേ? അറിയണ ചന്ദ്ര ബാബ ഈഗിൾ തിക് ഫ്രണ്ട്സ് അതെനിക്കറിയാം. എനിക്കെല്ലാം അറിയാം. ഞങ്ങള് നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവിടുന്ന് നമ്മുടെ ഒരു സോൺ റൊട്ടേഷൻ PO ഉണ്ട്. പബ്ജി മൊബൈലാണ് കളിക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവൻ TV-ക്കകത്ത് വന്നതിന് ശേഷമാണ് ഇവൻ ബ്ലൈൻഡ് സ്റ്റീവ് ആണെന്ന് ഞാൻ അറിഞ്ഞത്. അതെ ഇപ്പഴല്ലേ അറിഞ്ഞേ? ഇപ്പോഴൊന്നല്ല, ഞാൻ ഇപ്പഴല്ലേ അറിഞ്ഞെന്ന്. പ്രശ്നം ഉണ്ടാക്കണോ? മുച്ചിരി പറഞ്ഞോടാ, മുച്ചിരി പ്രശ്നം ഉണ്ടാക്കട്ടെ. മുച്ചിരി വന്നോ ഇവിടെ? നമുക്കണ്ടി ചോദിക്കാൻ ബ്രാവ് പോലും ഇല്ല. ബ്രാവ വന്നായിരുന്നു, ബ്രാവ ഉണ്ടായിരുന്നു. സീനാക്ക്. അയ്യോ നമ്മളങ്ങനെ നമുക്കിനിപ്പോ വേറെ സർവർ പോലും ഇല്ല. എന്റെ സർവർ ഇനി നമ്മളെന്നെ പ്രൈവറ്റ് സർവർ വാങ്ങി കളിക്കേണ്ടി. കൈലാസം ഉണ്ട്, കൈലാസം RP വന്ന് കെട്ടിയിലടിച്ചിട്ട് എന്റെ ഉണ്ട് അണ്ടിക്കണ്ണ റോൾ പ്ലേ. വേണ്ടുന്ന സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ ഫ്രീലാൻസ് വർക്ക് പിടിച്ച്
ഏതാ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യാൻ പാടില്ല എവിടെ ചെന്നാലും നമ്മളിതൊക്കെ ഇതാക്കണ്ടേ. ഈ ബോഗ് വരുന്നുണ്ട് എക്സ്റ്റാൻഡിസില്. ഉണ്ട് ബോഗ് വരുന്നുണ്ടോ? ബോഗ് ഉണ്ട് ഉണ്ട് ഉണ്ടേ വേണ്ടേ ബോബ വേണ്ടേ? അയ്യോ ബോഗിന്റെ- പോകുവാണ് ഗൈസ്. ഡിസിഷൻ അവരിപ്പോ പറയാ ഒരു മേളിൽ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക മറ്റേ പയ്യന്മാരായിട്ട്. അതിന്റെ റൂൾസ് എത്ര ഓൾമോസ്റ്റ് ഒരു വർഷം ചുമ്മാ ഇരിക്കുകയാണ്. ബോഗല്ലേ ബോഗിന്റെ അല്ലേ? പൊന്നു ബോഗൊക്കെ ഉണ്ട്. ഈ ബോഗ് പക്ഷെ ഈ ടർഫ് നടന്ന് ഈ ഓടി ബോഗ് തുടങ്ങിയാലല്ലേ മറ്റേ കൂടെ റിലീസ് പറ്റത്തുള്ളൂ. അപ്പൊ എനിക്കൊന്നും ബോഗൊന്നും കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. സിയോണിൽ ഞാൻ ഇനാക്റ്റീവ് ആയിരുന്നു. ഞാനൊന്നും ബോഗ് കളിച്ചിട്ടില്ല. എനിക്കൊന്നും ബോഗ് കളിക്കണമെന്ന് എക്സ്പീരിയൻസ് ആഗ്രഹമുണ്ട്. ഉള്ളിടത്ത് ചെയ്യണം. അത് ക്യാപ്ചറിങ് ആണ്, ഫ്ലാഗ് ക്യാപ്ചറിങ്. നിങ്ങളെ ഒരു കാര്യമുണ്ട്, ബോഗ് കളിക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാം. ഇന്ന് ബോഗുണ്ടെങ്കിൽ മറ്റന്നാ ബോഗുണ്ട്, മറ്റന്നാ ഉണ്ടെങ്കിൽ അതിന്റെ മറ്റന്നാ ബോഗുണ്ട്. മനസ്സിലായോ? അയ്യോ ഒന്നിത്തേരം ബോഗുണ്ടാവും. അവന്മാരുണ്ട് ഇവിടെ. ഓരോരുത്തന്മാര് സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് എല്ലാരെയും പോയി തല്ലണതാണ് ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊക്കെ പോട്ടെന്നല്ലേ. അതോ കളിക്കാനുള്ളവന്മാര് കളിച്ചോട്ടെ. നമുക്ക് അപ്പുറത്ത് എല്ലാ ബോഗും ഒന്നും നമുക്ക് സ്പെക്ക് ചെയ്യാൻ പോണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ടൈകളെ. എന്താടാ എല്ലാ ബോഗ് സ്പെക്ക് ചെയ്യാൻ പോണ്ട പറയത്തില്ല. കാരണം പറവണ ബോഗ് ബോഗ് സ്പെക്ക് ചെയ്യണ്ട. കളിക്കാൻ പോകുന്നവര് കളിക്കട്ടെ, ബോഗ് കളിച്ചാൽ മതി. അപ്പൊ ഈ വെടിയന്മാർക്ക് ഒരു സിറ്റുവേഷൻ ആവുമല്ലോ. ബോഗ് എന്താ? അമ്മ അതിന് പറഞ്ഞ കൊടുത്തേക്കാന്നല്ലേ. ബോഗിന്റെ ഫുൾ ഫോം ബാറ്റിൽ ഓഫ് ഗൺസ് അല്ലേ? ആണോ? നമ്മുടെ ഇവിടെ ബോഗെന്നല്ല, അതിന്റെ പേര് വാർസോൺ. വാർ സോൺ. ഓക്കെ.